ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു കിടിലൻ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് അവസാനം വരെ വീഡിയോ കാണണം. എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് എന്തായാലും ഫിൽ ആയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഓൾറെഡി തമ്മിലേനെ കാണിച്ച പോലെ അതിന് നമുക്ക് എങ്ങനെ സ്പേസ് കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് വീഡിയോ. ഗൂഗിൾ ഡ്രൈവ് ഫിൽ ആകാനുള്ള ഒരു മെയിൻ കാരണം ചിലപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് അറിയാം. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറൊരു മെയിലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ വീഡിയോ ആണ്. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യും. അപ്പം അത് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കാണോ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പാർട്ണറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടാവും അല്ലേ? അപ്പം ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ വരുക, വന്നതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഫോട്ടോ സെറ്റിങ്സ് സെക്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിന് ശേഷം ഷെയറിങ്ങിൽ പോവാം. പാർട്ട്ണർ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ പ്രസൻ്റ് ആയിട്ടുള്ള ഇത് ഗൂഗിൾ ഫോട്ടോസ് നിറഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? ഓൾറെഡി സ്പേസ് ഫില്ലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡേറ്റ് തൊട്ടിട്ടുള്ള ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തേക്കാം. എന്തെങ്കിലും സ്പെസിഫിക് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് കൊടുക്കുകയാണെങ്കിൽ എന്ന ഡേറ്റ് തൊട്ടിട്ടാണല്ലോ വേണ്ടത്, അല്ല ഓൾ ടൈം ആണെങ്കിൽ അത് കൊടുക്കുക. ഏതൊക്കെ ഫോട്ടോസാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആ ഫോട്ടോസ് നമ്മൾ ചൂസ് ചെയ്യാം. ഞാൻ ഓൾ കൊടുത്തു. എന്നിട്ട് സെലക്ട് പാർട്ണർ എന്നൊരു ഓപ്ഷൻ അതെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു മെയിൽ അഡ്രസ്സോ നിങ്ങളുടെ വൈഫിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു മെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തന്നെ വേറൊരു മെയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തു. അതിന് ശേഷം നമുക്ക് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ മെയിലിനകത്ത് ഓൾറെഡി ആക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫോട്ടോസ് മുഴുവൻ ആ ഗൂഗിൾ ഫോട്ടോസിനകത്തേക്ക് എന്ത് ചെയ്യും, ഷെയറായി മാറും. അപ്പോൾ നമുക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ ഒരിക്കലും ഫോട്ടോസ് വന്ന് ഫില്ലാവില്ല, അടുത്തതിനകത്തേക്ക് ഷെയറായി മാറും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ എന്ത് ചെയ്യും, നല്ല സ്പേസ് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ ഡ്രൈവിന് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ചെയ്തു നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഗൂഗിൾ ഫോട്ടോസോ അല്ല ഗൂഗിൾ ഡ്രൈവോ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്പേസ് ഫില്ലായി പോയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ ബൈ, താങ്ക്സ്.